ഇതൊക്കെ സൈബറുടെ ആൾക്കാരാ. നമ്മുടെ SP IG ഒക്കെ വരുമ്പോ ഇതുങ്ങളെ കൊണ്ടാ സൽക്കരിക്കുന്നേ. സൈബറിന്റെ ഒരു ഭാഗ്യം നമ്മുടെ സാറുമാരും. എനിക്കറിയാം എന്തോന്നാ കൊച്ചേട്ടൻ ഓർത്തോണ്ടിരിക്കുന്നെന്ന്. അവളെയല്ലേ സാറാമേ? സത്യം നീ പറഞ്ഞു, പക്ഷെ നീ വിചാരിക്കുന്ന പോലത്തെ കാര്യമൊന്നുമല്ല. അതാ ഇപ്പൊ കൂത്ത്. ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. എനിക്ക് എന്റെ കൊച്ചേട്ടനെ അറിയത്തില്ലയോ? ഓരോരുത്തരുടെയും ജീവിതം ഓരോ വഴിക്ക്, കായൽപ്പരപ്പിലെ പായൽക്കൂട്ടം പോലെ ഒഴുക്കിപ്പെട്ട് അങ്ങനെ പോവും. ഏതെങ്കിലുമൊക്കെ കരക്കടുത്തും അടുക്കാതെയും. പിള്ളേച്ചനോ? എന്താ പിള്ളേച്ച ഉറങ്ങിയില്ലേ? ഡോക്ടർ എന്ത് പറഞ്ഞിട്ട് ജാനു? 1 മാസത്തേക്ക് മരുന്ന് തന്നു. കണ്ണ് ഇതുവരെ ഭേദമായില്ലേ? ഏത് ഡോക്ടറെ കണ്ടത്? ചങ്ങനാശ്ശേരിയിലെ നമ്മളെ ഡോക്ടർ KS നേരെ. പിള്ളേച്ച പോന്നു കുറച്ചേറെ. എങ്ങനെയുണ്ട് പിള്ളേച്ച വയനാട്? നല്ല സ്ഥലാ. നമ്മുടെ നാട്ടിൽ നിന്നും പാലാ തൊടുപുഴ കുടിയേറിയവരാ കൂടുതലും. ഈ പത്രത്തിൽ കാണുന്ന പോലെ നക്സലൈറ്റ് കൊള്ളക്കാരുടെ ശല്യം ഉണ്ടോ? നളിനാക്ഷ അവരങ്ങനെ കൊള്ളക്കാരൊന്നുമല്ല. ചൂഷിതരുടെ മോചനം മാത്രമാണ് അവരുടെ ലക്ഷ്യം. സത്യത്തിൽ വയനാട്ടിലെ കർഷകരും തൊഴിലാളികളും നിരന്തരമായിട്ടുള്ള ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അവകാശ സമരത്തിന് വേണ്ടി വലിയൊരു സായുധ വിപ്ലവം ആവിഷ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അയ്യോ, രവീന്ദ്രൻ കൊച്ചേട്ടൻ ഇത് എവിടുന്ന് പഠിച്ചു? സാംബശിവന്റെ കഥാപ്രസംഗം പോലത്തെ വർത്താനം. ആരൊക്കെ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു? എടോ, തന്നോടല്ലേ ചോദിച്ചത്? അത് മുതലാളി ഇവിടെ ആയിരുന്നു. ആരായിരുന്നോ ഇന്നലെ രാത്രി കൂടെ? അത് ചത്തുപോയ പൗലോസിന്റെ പെമ്പളയാ. വിളിക്കടോ എല്ലാരെയും. നിന്റെ പേരെന്താ? റോസമ്മ. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, പിന്നെ ഒരു കുട്ടി. കെട്ടിയവൻ മരിച്ചുപോയി. എത്ര കാലം മുമ്പ്? എങ്ങനെ? 3 വർഷം മുമ്പ് തൂങ്ങി മരിക്കായിരുന്നു. ഇന്നലെ രാത്രി നീ ഇവിടെ ഉണ്ടായിരുന്നോ? തമ്പ്ര, തമ്പ്ര.
നിത്യവൃത്തിക്ക് ഗതി തേടി വന്ന കർഷക കുടുംബങ്ങളെ നീ അനാഥമാക്കി. ഞങ്ങളുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും മാനം നീ പെരുവഴിയിലിട്ട് ചവിട്ടി അരച്ചു. കൊന്നും നിന്നും നീ പത്തായപ്പുര നിറച്ചു. ഈ നാടിന്റെ മോചനത്തിനായി ഞങ്ങൾ നിനക്ക് വധശിക്ഷ വിധിക്കുകയാണ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇഡലിയും ചായയും കൊണ്ടുവച്ചിട്ടുണ്ട്. കൊച്ചട്ടിന്റെ അടുത്ത് കഴിക്ക്, ഇല്ലേ തണുത്തു പോവും. ചായക്ക് മധുരം കുറവാണെങ്കിൽ പഞ്ചാര പാതകത്തുമേ ഇരിപ്പുണ്ട്, ഇത്തിരി എടുത്തിട്ടോ. ഇല്ലെങ്കിൽ ഞാൻ വരണോ? വേണ്ട. പോലീസുകാരൻ രവീന്ദ്രൻ പിള്ളയുടെ വീടല്ലേ? അതെ. ഞങ്ങൾ കുമരൻകരിന്ന് വരുവാ. അങ്ങേരുടെ ഭാര്യ കാർത്തിയായൻ ഇന്നലെ മരിച്ചു. വിഷം തീണ്ടിതാ. പിന്നെ ഇവിടെ വരെ വന്നിട്ട് പറയാതെ പോകുന്ന മോശമല്ലേ എന്ന് കരുതിയാ ഞങ്ങൾ വന്നത്. ചേച്ചി ഞാനിവിടെ അടുത്തുള്ളതാ. എന്നാ കൊച്ചേട്ടാ, എന്തുപറ്റി? കിഴക്കേലെ കാർത്തി ചേച്ചി പാമ്പ് കടിച്ചു മരിച്ചു. ആരാ പറഞ്ഞത്? കുമരങ്കിരി നാള് വന്ന് പറഞ്ഞതാ. എന്റെ ദൈവമേ, കഴിഞ്ഞ കൊല്ലത്തെ ചക്രത്ത് കവല പൊങ്കാലയ്ക്ക് വരെ കണ്ടതാ. ഒത്തിരി വർത്താനവും പറഞ്ഞതാ. നീ കരയാതെ ജാനു. അല്ല, രവീന്ദ്രൻ കൊച്ചാട്ടിനെ ഒന്നും കൊണ്ടുപോയി കാണിക്കണ്ടായോ? അവര് സമ്മതിക്കൂടി. പിരിഞ്ഞത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാട്ടല്ലാതിരിക്കും. എന്നാലും എന്റെ കൊച്ചട്ട കാണിക്കണം. ഉച്ചത്തിന് പകരം ഒരാളിനെ വിട്ടിട്ട് രവീന്ദ്രൻ കൊച്ചാട്ടിനെ കൊണ്ട് പോ. ഷാജു പള്ളിക്കുടത്തിന്ന് വരുമ്പോ ചോറെടുത്ത് കൊടുത്തേക്കണം. 11:30 ബോട്ടിന് ഞാൻ പോവാ. വാ മോനെ, കഴിക്കാൻ എടുത്തു തരാം. അയ്യോ ഭർത്താവ് വെടിഞ്ഞയോ മാംസാബലാൽ നീ എന്നെ രക്ഷിച്ചതെന്തു കാരണം നാഥ. ഞാനിപ്പോൾ അനുഭവിച്ചിരുന്നതിനെത്ര കാലം ഭരിച്ചിരുകയാണ്. സന്തതങ്ങളും താപസപത്നിമാരും എന്തിനു വെടിഞ്ഞെതിരാകവും നിന്നെ എന്ന് സന്തതം ചോദിച്ചാൽ ഞാൻ എന്തവരോട് ചൊല്ലും? സന്താപമെന്ത് ഞാൻ കൊടുക്കുന്നതയ്യോ. വല്ലതാകിലും പ്രാണത്യാഗം ചെയ്തിരുന്നില്ല. സന്തതി സൂര്യവംശത്തിലെ മാതാക്കന്മാരോട് ഖേദമുണ്ടവർക്ക് എന്നെ നേരം സഞ്ചരിച്ചത് ലോകനായകൻ എന്തായത്? നീയാണ് അവനെ വിളിച്ചോണ്ട് വന്നത്. കൊണ്ടുപോകരുത്, ഇവിടെ ഇറങ്ങടാ പുറത്ത്. അവനെ വിളിച്ചോണ്ട് പോ. നിന്റെ അടുത്ത് ഞാനാ പറയുന്നത്. അവനെ വിളിച്ചോണ്ട് പോവാൻ. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിന്റെ നിഴൽവട്ടം പോലും ഇവിടെ വീണു വരുത്. എന്റെ കൂടപ്പിറപ്പന്റെ ജീവിതം നീ നശിപ്പിച്ചല്ലേടാ. അവർക്ക് വാക്കിയിരണ്ട മകനരസൻ എവിടെയാണ് നീ അന്വേഷിച്ചോ? എന്തെങ്കിലും നീ അറിഞ്ഞോ? എന്തെങ്കിലും? ശരിയാ, നിന്റെ അടുത്തുനിന്ന് അവളെ പറിച്ചുകൊണ്ട് വന്നത് ഞാനാ. ആ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. പക്ഷെ നിനക്കത് തിരുത്താമായിരുന്നു. നിനക്കുണ്ടായ 2 മനുഷ്യ കുഞ്ഞുങ്ങള് ചത്തോ പിടിച്ചോ നീ അന്വേഷിച്ചിട്ടുണ്ടോ?
പിന്നെ എന്തിനാണോ ഇപ്പൊ നീ ഇങ്ങോട്ട് കയറി വന്നത്? അവളുടെ ശവത്തിൽ പോലും നിന്റെ കണ്ണു ദൃഷ്ടി വീണു പോരുത്. ശിവൻപിള്ള മാനാഭിമാനം വിറ്റ് പട്ടിയെ പോലെ ജീവിക്കുക. എന്ത് കടും ചെയ്യാനും ഞാൻ മടിക്കില്ല. ഇറങ്ങടാ പുറത്ത്, ഇറങ്ങാൻ.